In this session, we will discuss all the important topics as well as questions and answers from the chapter Acid and Alkali. So the first topic is litmus paper. In laboratories, litmus paper is commonly used instead of hibiscus paper. They're available in red and blue colors. From this topic, you can expect a question, what is a litmus paper? So litmus paper is actually an indicator that is used to differentiate between acid and base. For example, if we dip a blue litmus paper in acid, the color of the litmus paper changes to red. So the change of color from blue to red indicate that that particular liquid is an acid. Similarly, if we dip a red litmus paper in alkali, the color of the litmus paper changes to blue. So the change of color from red to blue indicate that that particular liquid was an alkali. അങ്ങനെ ആസിഡുകളെയും ആൽക്കലികളെയും വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ് പേപ്പർ. The next topic is acid. Lemon juice, buttermilk, turmeric, vinegar, etc. contain acids. Litmus paper is red in acid. All acids have sour taste. Acids present in food substances are weak. Hydrochloric acid, nitric acid, sulfuric acid, etc., which are used commonly in laboratory, are strong acids. നാരങ്ങാനീര്, വിനാഗിരി, പുളി ഇതിലെല്ലാം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിനെല്ലാം പുളി രുചിയാണല്ലേ. നാരങ്ങാനീര്, പുളി, വിനാഗിരി ഇതിനെല്ലാം പുളിയാണ്. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. സോർ എന്ന് പറഞ്ഞാൽ പുളി. ലിറ്റ്മസ് പേപ്പർ ഇസ് റെഡ് ഇൻ ആസിഡ്. അതായത് ഒരു നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിലൊന്ന് മുക്കിയെടുത്താൽ അതെന്തായി മാറും? റെഡ് കളറായി മാറും. ആസിഡ്സ് പ്രസന്റ് ഇൻ ഫുഡ് സബ്സ്റ്റൻസസ് ആർ വീക്ക്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. നാരങ്ങാനീര്, ബട്ടർ മിൽക്ക്, ടാർമറിൻ, പുളി, വിനാഗിരി ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാവിലായാലോ ശരീരത്തിലൊക്കെ വീണാലും നമുക്ക് യാതൊന്നും സംഭവിക്കാത്തത്. നേരെ മറിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് വിച്ച് ആർ യൂസ്ഡ് കോമൺലി ഇൻ ലബോറട്ടറി ആർ സ്ട്രോങ് ആസിഡ്സ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകളായ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് മുതലായ ആസിഡുകൾ ശക്തി കൂടിയവയാണ്. അത് നമ്മുടെ ദേഹത്ത് വീണാൽ ആ ഭാഗം പൊള്ളിപ്പോവും. The next topic is acids present in food substances. So we can expect a question like this. Which is the acid found in vinegar, tamarind, lemon, etc. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിക്കണം. ബട്ടർ മിൽക്ക് അതിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വന്നാലും അതിൻ്റെ ഉത്തരം ലാക്റ്റിക് ആസിഡാണ്. സിമിലർലി വിനെഗർ ഇറ്റ് ഈസ് അസിറ്റിക് ആസിഡ്, ടാർമറിൻ ടാർട്ടാറിക് ആസിഡ്, ലെമൺ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിയിക് ആസിഡ്. ടാർമറിൻ അഥവാ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ടാർമറിൻ ടാർട്ടാറിക് ആസിഡ് ഓർത്തിരിക്കുക. The next topic is acids and metals. From this topic you can expect a question like this. What happens when acid react with metals? അതായത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉദാഹരണ സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. Take a little dilute hydrochloric acid in a test tube and put a piece of zinc into it. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു പീസ് സിങ്ക് ഇടുക. വാട്ട് ഡു യു സീ? നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് ഈ ഫിഗറിൽ കാണാം അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് ഇട്ട പാടെ കുമിളകൾ അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ബബിൾസ് ശരിക്കും ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ വാതക രൂപത്തിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുകയാണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് ആസിഡിന്റെ ഉപരിതലത്തിലേക്ക് ബബിൾസ് അല്ലെങ്കിൽ കുമിളകളായി പുറത്തേക്ക് വരികയാണ്. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ when dilute hydrochloric acid react with zinc, hydrogen is produced. Hydrogen is inflammable. അതായത് ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്. ഹൈഡ്രജൻ ഗ്യാസ് evolves from the test tube and burns with a low noise when lighted. അതായത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? തള്ളവിരൽ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് മൊത്തം ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യപ്പെടും. നമ്മളൊരു കത്തിച്ച തീപ്പെട്ടി ആ ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗത്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് അത് കത്തും. ചെറിയൊരു ശബ്ദത്തോടെ അത് കത്തും. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്. ഹൈഡ്രജൻ ഇസ് ഇൻഫ്ലേമബിൾ. സോ വി ക്യാൻ സേ ദാറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ്. അടുത്ത ടോപ്പിക്കാണ് ആസിഡ് ആൻഡ് കാർബണേറ്റ്. അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരാം, വാട്ട് ഹാപ്പൻസ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്? ആസിഡുകളും കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എഗ്ഷെൽ, ചോക്ക്, മാർബിൾ എക്സെട്ര കണ്ടെയ്ൻ കാൽഷ്യം കാർബണേറ്റ്.
When acids react with carbonate, carbon dioxide is produced. Carbon dioxide is a gas which extinguishes fire. അതായത് മുട്ടത്തോട്, ചോക്ക്, മാബിൾ ഇതിലെല്ലാം കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആസിഡുകളും കാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന ഒരു വാതകമാണ്. ദ സെയിം പ്രിൻസിപ്പിൾ ഇസ് അപ്ലൈഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. അതായത് അഗ്നിശമനികളിൽ ഇതേ തത്വം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആസിഡുകളും കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിക്കുന്നു, തൽഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തീ കെടുത്തുന്നൊരു വാതകമാണ്. അതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ തീ കെടുത്തും. നമ്മൾ ഓൾറെഡി ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഹൗ വാസ് ദാറ്റ്? വി വിൽ മിക്സ് വിനെഗർ വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. വിനാഗിരിയും അപ്പക്കാരവും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ട്രോയിലൂടെ ഒരു കത്തിയ പേപ്പറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന ഒരു വാതകമായതുകൊണ്ട് തന്നെ ആ തീ കെട്ടുപോകും. So we can conclude that acids and carbonate react to form carbon dioxide. Carbon dioxide gas extinguishes fire. നമ്മൾ ഇതുവരെ പഠിച്ച ആസിഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ്. അതായത് ഒരു നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കിയാൽ എന്ത് കളർ ചേഞ്ച് ഉണ്ടാവും? വി ക്യാൻ സീ ദാറ്റ് when a blue litmus paper is dipped in acid, the color of the blue litmus paper changes to red. Next, second one is taste. ആസിഡുകളുടെ ടേസ്റ്റ് എന്താണ്? പുളി രുചിയാണ് അല്ലേ? നാരങ്ങ നീര്, പുളി, വിനാഗിരി ഇതിനൊക്കെ സോർ ടേസ്റ്റ് ആണ്, അതായത് പുളി രുചിയാണ്. ദ തേർഡ് പ്രോപ്പർട്ടി ഈസ് റിയാക്ഷൻ വിത്ത് മെറ്റൽ. ലോഹങ്ങളുമായുള്ള ആസിഡിന്റെ പ്രവർത്തനം. ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ആസിഡുകളും മെറ്റലുകളും തമ്മിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഇൻഫ്ലേമബിൾ. ഹൈഡ്രജൻ കത്തുന്ന ഒരു വാതകമാണ്. ദ ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്. ആസിഡുകളും കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകളും കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. സോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ആസിഡ്സ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആൽക്കലി. So what is an alkali? Substances like lime water, which turns the red litmus blue, are called alkalis. They have a bitter taste and are slimy. അതായത് ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ തന്നെ സോപ്പ് വെള്ളം, ഇവയിലേക്ക് ഒരു ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ മുക്കുകയാണെങ്കിൽ, ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല കളറായി മാറും. അപ്പോൾ ഇതുപോലെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നത്. So we can say that substances which turn the red litmus paper to blue are called alkali. Examples are lime water and soap water. Alkalis have a bitter taste and are slimy. അതായത് ആസിഡുകൾക്ക് കയ്പ് അല്ലെങ്കിൽ കാരരുചിയാണ്. അതേപോലെ തന്നെ they are slimy അല്ലെങ്കിൽ വഴുവഴുപ്പുള്ളവയാണ്. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുമ്പോൾ നമുക്ക് ആ വഴുവഴുപ്പ് ഫീൽ ചെയ്യാം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് alkalis are slimy. The examples of alkalis are calcium hydroxide, that is called lime water അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം. Second example is sodium hydroxide. It is also called caustic soda. The third example is potassium hydroxide solution. It's also called caustic potash. The fourth example is ammonium hydroxide solution. We can expect a question from this topic. Write the differences between acid and alkali. The differences are: an acid changes the blue litmus paper to red. On the other hand, an alkali changes the red litmus paper to blue. Acids have sour taste. On the other hand, alkalis have a bitter taste. The examples for acids are lemon juice and vinegar. On the other hand, the examples for alkali are lime water and soap water. The next topic is indicators. Indicators are substances that help us to distinguish between acids and alkalis through their color change. അതായത് നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് വിളിക്കുന്നത്. We have already discussed about the litmus paper, which is an indicator used in the laboratory. Similar to litmus paper, we have two another indicators.
One of it is called phenolphthalein and the other is called methyl orange. Phenolphthalein is a colorless liquid. Phenolphthalein, when added to acid, there is no color, it is colorless in acid. On the other hand, when we add a few drops of phenolphthalein into alkali, the color changes to purple or pink. The next indicator is methyl orange. As the name suggests, പേര് പറയുന്ന പോലെ തന്നെ methyl orangeന്റെ കളർ orange ആണ്. The color of methyl orange in acid is red. On the other hand, the color of methyl orange in alkali is golden yellow. ആസിഡിൽ മീഥൈൽ ഓറഞ്ചിന്റെ കളർ ചുവപ്പും ആൽക്കലിയിൽ മീഥൈൽ ഓറഞ്ചിന്റെ കളർ യെല്ലോയുമാണ്. So right now we have a table before us which gives the information about the substance or the indicator used as well as its color in acid as well as alkali. അതായത് പലതരത്തിലുള്ള ഇൻഡിക്കേറ്ററുകളും അതേപോലെ തന്നെ ആസിഡിലും ആൽക്കലിയിലും അവയുടെ കളറുമാണ് ഈ ടേബിൾ നൽകിയിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. Most importantly, you have to study the color change of red litmus paper, blue litmus paper, phenolphthalein, methyl orange, as well as turmeric in both acid as well as base. Phenolphthalein, methyl orange, and litmus paper are artificial indicators. On the other hand, hibiscus paper and turmeric are natural indicators. The next topic is universal indicator. Universal indicator is a mixture of different indicators. Depending upon the strength of acid or alkaline nature of the solution, universal indicator gives different colors. These colors can be compared with the color chart affixed outside the bottle. അതായത് പലതരം ഇൻഡിക്കേറ്ററുകളുടെ ഒരു മിക്സറാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ആസിഡുകളെയും ആൽക്കലിയെയും വേർതിരിച്ചറിയാമെന്ന് മാത്രമല്ല, അവയുടെ വീര്യം അനുസരിച്ച് വീര്യം കൂടിയ ആസിഡാണോ വീര്യം കുറഞ്ഞ ആസിഡാണോ, അതേപോലെ തന്നെ വീര്യം കുറഞ്ഞ ആൽക്കലിയാണോ വീര്യം കൂടിയ ആൽക്കലിയാണോ എന്ന് വരെയുള്ള ഇൻഫർമേഷൻ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും. For example, if we add a few drops of universal indicator to drinking water, its color changes to green. So green color indicates that it is neither acidic nor alkaline. That means it is neutral. On the other hand, if the color changes to red, it indicates that it is highly acidic. വീര്യം കൂടിയ ആസിഡാണ്. ഗ്രീൻ മുതൽ മുകളിലോട്ട് പോകുന്തോറും അസിഡിക് സ്ട്രെങ്ത് കൂടി വരും. യെല്ലോ മീൻസ് ഇറ്റ് ഇസ് മൈൽഡ്ലി അസിഡിക്. Lime green means it is slightly acidic. Similarly, purple color indicates that it is highly alkaline. വീര്യം കൂടിയ alkaline ആണ്. Blue indicates that it is medium alkaline in character. Pale blue indicates that it is slightly alkaline. Similarly, dark green also indicates that it is slightly alkaline. വീര്യം കുറഞ്ഞ alkali-ആണ്. The next topic is neutralization. When definite amount of acid and alkali are mixed together, their acidic and alkaline natures are lost and salt and water are formed. This is called neutralization. The reaction is acid plus alkali gives salt plus water. അതായത് നിശ്ചിത എമൗണ്ടിലുള്ള ആസിഡും ആൽക്കലിയും തമ്മിൽ മിക്സ് ചെയ്താൽ അവയുടെ അസിഡിക്കും ആൽക്കലൈനുമായ പ്രോപ്പർട്ടികൾ നഷ്ടപ്പെടുകയും ലവണങ്ങളും ശുദ്ധജലവും വാട്ടറും ലഭിക്കുന്നു. ഈ പ്രക്രിയയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആസിഡ് പ്ലസ് ആൽക്കലി ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. അതായത് നമുക്കറിയാം ആസിഡുകൾക്ക് അവരുടേതായ സവിശേഷതകളുണ്ട്.
നീല ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു, അതേപോലെ തന്നെ ആസിഡുകൾക്ക് പൊളിറ്റ് ചെയ്യാണ്. നേരെ മറിച്ച് ആൽക്കലികൾക്കോ, ആൽക്കലികൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നു. പോരാത്തിന് അവരുടെ ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റ് ആണ്. പക്ഷേ നിശ്ചിത അളവിൽ ആസിഡുകളും ആൽക്കലികളും നമ്മൾ മിക്സ് ചെയ്താൽ ആ ലഭിക്കുന്ന സൊല്യൂഷൻ ആസിഡും ആയിരിക്കില്ല, ആൽക്കലൈനും ആയിരിക്കില്ല. അവയുടെ അസിഡിക് പ്രോപ്പർട്ടിയും ആൽക്കലൈൻ പ്രോപ്പർട്ടിയും നഷ്ടപ്പെടും. നമുക്ക് ലഭിക്കുന്നത് വെള്ളവും സാൾട്ടുമാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂട്രലൈസേഷൻ എന്ന്. We will now perform an experiment with the help of universal indicator. We have to identify which solution is acid, which is an alkali, which is a strong acid, which is a weak acid, as well as which is a strong alkali and which is a weak alkali. So when we added the universal indicator, you can see different colors are formed. Now with the help of the color code, we can identify which is an acid, which is an alkali, which is a strong acid, which is a weak acid, as well as which is a weak alkali and which is a strong alkali. We can see that sulfuric acid is a strong acid. On the other hand, citric acid is a weak acid. Similarly, sodium hydroxide is a strong alkali. On the other hand, sodium bicarbonate is a weak alkali. Next, we will discuss about pH value or pH paper. pH paper is used to examine whether a substance is acidic or alkaline. If pH value is 7, it indicates a neutral substance. It means the substance is neither acidic nor alkaline. The pH value of pure water is 7. When the pH value is greater than 7, the substance is alkaline, and when it is less than 7, it is acidic. The color chart marked with pH values is available along with the pH paper. The color change produced when a pH paper is dipped in a solution is compared with the color chart to find whether the solution is acidic or alkaline in nature. അതായത് നമ്മളിപ്പോൾ പഠിച്ച പോലെ കളർ കോഡുകൾ ഉപയോഗിച്ച് ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് പി എച്ച് പേപ്പർ. പി എച്ച് വാല്യൂ 1 മുതൽ 7 വരെ ആസിഡുകളെ റെപ്രസെന്റ് ചെയ്യും, 7 മുതൽ 14 വരെ ആൽക്കലികളെ റെപ്രസെന്റ് ചെയ്യും. The next topic is let us find the pH of the soil. That is the homework for you. You have to collect the pH paper from me and you have to find the pH of the soil near your house. Instructions are given here. You have to read it carefully and perform the experiment. The uses of acids as well as alkalis are given here. You have to read it carefully and study the uses of both acids as well as alkali. ആൽക്കലികളുടെ യൂസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാനുഫാക്ചർ ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്, സോപ്പും സോപ്പ് പൊടികളും നിർമ്മിക്കാൻ. മാനുഫാക്ചർ ഓഫ് സെറാമിക് മെറ്റീരിയൽ, സെറാമിക് പ്ലേറ്റുകൾ നിർമ്മിക്കാൻ. ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഇൻഡസ്ട്രിയിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആൽക്കലികൾ ഉപയോഗിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വെള്ളം ശുദ്ധീകരിക്കാനും ആൽക്കലികൾ ഉപയോഗിക്കുന്നു. The last topic is manufacture of soap. Soap എങ്ങനെ നിർമ്മിക്കാമെന്ന്. Dissolve caustic soda in water taken in a steel vessel. Heat is liberated because it being an exothermic reaction. It takes 3 to 4 hours for the solution to cool down. When the solution cools, pour it slowly into coconut oil taken in a plastic or steel vessel and stir it. Add stone powder and sodium silicate to increase the hardness and quantity of the soap. Stir the mixture well till it solidifies. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന കെമിക്കൽ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ അത് നമ്മൾ സ്റ്റീൽ വെസൽ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ് ആവുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. 3-4 മണിക്കൂറുകൾക്ക് ശേഷം ആ സൊല്യൂഷൻ തണുക്കും. അതിനുശേഷം ഈ കോസ്റ്റിക് സോഡ സൊല്യൂഷൻ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്യും. അതിനുശേഷം നന്നായി അത് സ്റ്റിർ ചെയ്യും അല്ലെങ്കിൽ ഇളക്കി കൊടുക്കും. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ കല്ലുപൊടി, സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ സോഡിയം സിലിക്കേറ്റ് പൗഡർ ആഡ് ചെയ്യും. സോപ്പിന്റെ ക്വാണ്ടിറ്റി കൂടാനും അതേപോലെ തന്നെ അബ്രേസീവ് എഫക്റ്റ് കൂടാനും വേണ്ടിയാണ് നമ്മൾ ഈ കല്ലുപൊടി ആഡ് ചെയ്യുന്നത്, സ്റ്റോൺ പൗഡർ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സോപ്പ് ഒരു ജെല്ലി ഫോമിലായി കഴിഞ്ഞു. ഇനി നമുക്ക് നിറവും മണവും കൊടുക്കാനായി അതിലേക്ക് നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്യണം, അതേപോലെ കളറുകൾ ആഡ് ചെയ്യണം. അതിനുശേഷം മോൾഡുകൾ, അച്ചുകളിൽ ഒഴിച്ച് അത് നമ്മൾ എന്ത് ചെയ്യും, തണുക്കാൻ വെക്കും. തണുത്തതിന് ശേഷം ഇത് സോളിഡിഫൈ ചെയ്യും അല്ലെങ്കിൽ ഉറയ്ക്കും. അതിന് നമ്മൾ സോപ്പായിട്ട് ഉപയോഗിക്കും.